എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്റ്റീസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തക്ക അപ്പമാണ്, അല്ലെങ്കിൽ പഴംപൊരിയാണ്. ഒരു പുതിയ രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഒട്ടും സമയം കളയാതെ നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പഴംപൊരിയാണ്, ഏത്തക്ക അപ്പം. ഒരു പുതിയ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് 250 ml കപ്പിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് അപ്പത്തിൻ്റെ മാവ്. അത് പുളിച്ച മാവാണ്. ഒരു 2-3 സ്പൂൺ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഒരു പുതിയ ടിപ്പാണ്, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. പിന്നെ ഒരു 3 ടീസ്പൂൺ പഞ്ചസാര, 1 ഏലക്ക, ആവശ്യത്തിന് ഉപ്പ്, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, 1 പിഞ്ച് സോഡാപ്പൊടി, 2 കിലോ ഏത്തപ്പഴം, ആവശ്യത്തിന് പൊരിക്കാനുള്ള എണ്ണ. ഇത്രയും സാധനമാണ് ഇതിന് വേണ്ടത്. നമുക്കിതിന് മുക്കി പൊരിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. നമുക്ക് ഈ പഞ്ചസാര ആദ്യമായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ ഏലക്കായും കൂടെ അതിനകത്തിട്ട് പൊടിച്ചാൽ ഏലക്ക പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. നമ്മൾ പഞ്ചസാര ഏലക്കയുടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിനകത്തേക്ക് ചെറിയൊരു മഞ്ഞ കളർ കിട്ടുന്നതിന് വേണ്ടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ സോഡാപ്പൊടി കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ബാക്കി എല്ലാ സാധനങ്ങളും ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് കലക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. പിന്നീട് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് പുളിച്ച അപ്പത്തിൻ്റെ മാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല വണ്ണം മാവ് പൊങ്ങുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്, നല്ല മുരുമുരാന്നിരിക്കുകയും ചെയ്യും. എല്ലാവരും ചെയ്ത് നോക്കണം, സ്പെഷ്യൽ ടിപ്പാണ്. 1 കപ്പ് അപ്പത്തിൻ്റെ മാവാണ് നമ്മളെടുത്ത്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്താണ് നമ്മൾ ഇത് കലക്കിയെടുക്കുന്നത്. കുറച്ച് വെള്ളമേ ചേർക്കാവുള്ളൂ, ഒരുപാടൊന്നും കലക്കി കളയരുത്. നമുക്ക് ഈ ഏത്തക്ക ഒന്ന് അതിനകത്തേക്കൊന്ന് പിടിക്കത്തക്ക രീതിയിൽ കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് 2 മണിക്കൂർ റെസ്റ്റിന് വയ്ക്കണം. ഇത് നന്നായിട്ട് പൊങ്ങിയാൽ മാത്രമേ ഈ പഴംപൊരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. നമ്മൾ നേരത്തെ റെസ്റ്റിന് വെച്ച മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിനി പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ ഏത്തപ്പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട്. നമ്മളിനി പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ 2ആയിട്ട് ഒന്ന് കട്ട് ചെയ്യണം. ഇങ്ങനെ നടുവശത്തു നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഏത്തപ്പഴം എല്ലാം ഇതുപോലെ 2ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിത് ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പഴംപൊരി പൊരിച്ചെടുക്കാൻ പോവാണ്. ഇവിടെ നമ്മളൊരു കാസ്റ്റ് അയൺ ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഈ പഴംപൊരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഏത്തപ്പഴം മാവ് മുക്കി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. രണ്ടാമത്തേക്ക് നമ്മുടെ ഏത്തക്കപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല കളറൊക്കെ കിട്ടും. ഇതിനു വേണ്ടിയാണ് നമ്മൾ ആ അപ്പത്തിൻ്റെ മാവിനകത്ത് കിട്ടി ചേർത്തത്. നമ്മുടെ ഏത്തക്കപ്പം അല്ലെങ്കിൽ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു ഗോൾഡൻ യെല്ലോ കളറിൽ വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് അപ്പത്തിൻ്റെ മാവ് തന്നെ വേണമെന്നില്ല. നമുക്ക് ഫ്രിഡ്ജിൽ ദോശയുടെ മാവുണ്ടെങ്കിൽ ഇതിനകത്ത് ചേർത്ത് കൊടുത്താൽ ഇതേപോലെ ക്രിസ്പി ആയിട്ട് കിട്ടും. നമുക്ക് അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ അടുത്ത സെറ്റ് ഇട്ടിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്.
നമുക്കിതൊന്ന് തിരിച്ചിടാം. നമ്മുടെ മുരുമുരാന്നിരിക്കുന്ന രണ്ടാമത്തെ സെറ്റ് പഴംപൊരി എല്ലാം ഭാഗമായിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് കിട്ടിയത്. വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ചെയ്ത് നോക്കാം. നമ്മൾ വാഴയ്ക്കാപ്പെല്ലാം വറുത്ത് കഴിഞ്ഞു. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ പഴംപൊരിയെല്ലാം പൊരിച്ച് പ്ലേറ്റിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല കളർഫുള്ളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പഴംപൊരിയാണ്. ഞാൻ പറഞ്ഞ ഈ ടിപ്പ് ഉപയോഗിക്കാമെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇന്ന് ഞാനല്ല ടേസ്റ്റ് ചെയ്യുന്നത്, എൻ്റെ ഭാര്യയും മകനും പെങ്ങളുടെ മകനുമാണ്. അപ്പോൾ നമ്മുടെ പഴംപൊരി ടേസ്റ്റ് ചെയ്യുന്നത് എൻ്റെ വൈഫും 2 മക്കളും പെങ്ങളുടെ മോനും കൂടാണ്. അപ്പം നമ്മളിത് വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി ഇരട്ടി അതിൻ്റെ വെളിച്ചത്തിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കഴിച്ചു നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞേ. എങ്ങനെയുണ്ട് ബോണി? കളറൊക്കെ എങ്ങനെയുണ്ട്? ഓൾറെഡി ആ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് അനു? നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണെന്നാണ് അവർ പറയുന്നത്. ഇനി ഞാൻ ഒന്ന് കഴിച്ച് നോക്കണം. അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു പഴംപൊരിയാണ്. ഈ സ്പെഷ്യൽ ടിപ്സ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടിയുണ്ട്. അതൊന്ന് അമർത്തിയാൽ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കുന്നതാണ്. അപ്പോൾ സൂപ്പർ ഒരു വീഡിയോയുമായിട്ട് തിരിച്ചു വരാം. നന്ദി.